ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾസ്, വെൽക്കം ബാക്ക് ടു ഐഫാസ് വേൾഡ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു മക്കളുണ്ടല്ലോ, നമ്മുടെ കുഞ്ഞു മക്കൾ 4 പേരുണ്ട് കേട്ടോ. ഐഫ, അൽഹാൻ, ശിവ, ഹർഷി, ഇവർ 4 പേർക്കും കൂടെ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതും കുഞ്ഞുങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്തതുമായിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അവർക്ക്. ഞങ്ങളിത് നേരത്തെ പ്ലാൻ ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കുഞ്ഞ് ബൂബൂച്ചിന് ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഗിഫ്റ്റൊക്കെ എടുക്കുന്നത് നെറുക്കിട്ടൊക്കെയാണേ. അപ്പോൾ നെറുക്കിട്ട് ഗിഫ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ അൽഹാൻ ആദ്യം നെറുക്കിടുന്നത് കേട്ടോ. പക്ഷേ നെറുക്കിടിയിലൊക്കെ ഫ്ലോപ്പായിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ അൽഹാൻ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹർഷിയുടെ പേരാണ് കേട്ടോ, ശിവഹർഷിനി, അവളുടെ പേരാണ് എടുക്കുന്നത്. നമ്മുടെ ശിവഹർഷിനി ആരാണെന്ന് അറിയാമോ? അതായത് നമ്മുടെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന കുഞ്ഞാണേ, തന്നെ കണ്ടില്ലേ? അവളതുണ്ട്, നമ്മുടെ ശിവഹർഷി, അവളുടെ പേരാണ് ആരെടുത്തത്? അൽഹാൻ എടുത്തത്. ഇനി നമ്മൾ അടുത്തത് ഇടാൻ പോകുന്നത് എടുക്കുന്നത് നമ്മുടെ ഹർഷിയാണേ. ഹർഷി എടുക്കുന്നത് ഇതാണ് നമ്മുടെ ഹർഷി എടുക്കുന്നത് ആരുടെ പേരാണെന്ന് വെച്ചാൽ നമ്മുടെ ഐഫക്കുട്ടൻ്റെ പേരാണ് കേട്ടോ. ഐഫക്കുട്ടൻ്റെ, അതായത് കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് പേപ്പർ തിരിഞ്ഞു പോയി കേട്ടോ. അതെ, നമ്മുടെ ഐഫക്കുട്ടൻ്റെ പേരാണ് നമ്മുടെ ഹർഷിമ എടുക്കുന്നത് കേട്ടോ. ഹർഷി എടുത്തപ്പം അടുത്ത് നമ്മുടെ ഐഫക്കുട്ടൻ എടുക്കുന്ന ആരുടെ പേരാണെന്നറിയാമോ? നമ്മുടെ അൽഹാൻ്റെ പേരാണ് നമ്മുടെ ഐഫയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ ശിവ ഉണ്ടല്ലോ, നമ്മുടെ ശിവയ്ക്ക് എന്ത് കിട്ടി? ശിവയുടെ പേര് തന്നെ കിട്ടി. അപ്പം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ നറുക്കിടിയിലൊക്കെ അങ്ങ് ക്യാൻസൽ ചെയ്തു കേട്ടോ, വെറുതെ എടുത്തു. കാരണം വീണ്ടും നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യിപ്പിക്കാമായിരുന്നു. പിന്നെ വിചാരിച്ച് വേണ്ട, അത് വെറുതെ ഒരു എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വിചാരിച്ച് ചെയ്തില്ല. നമ്മുടെ ബൂബൂച്ചിന് ആ ടൈമിൽ അവിടെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട്, എന്തൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഗിഫ്റ്റ് നമ്മുടെ അൽഹാൻ കുട്ടൻ ആദ്യം ഗിഫ്റ്റ് കൊടുത്തത് നമ്മുടെ സ്വന്തം ഹർഷിമയ്ക്കായിരുന്നു കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും നല്ല ഹാപ്പി, കൊടുത്ത ആളും കിട്ടിയ ആളും നല്ല ഹാപ്പി ആയി കേട്ടോ. ഇനി നമ്മുടെ അടുത്തത് നമ്മുടെ ഹർഷിക്കുട്ടനാണേ. അടുത്തത് നമ്മുടെ ഐഫക്കുട്ടൻ നമ്മുടെ അൽഹാന് തന്നെ കൊടുത്തത് കേട്ടോ. അപ്പം കിട്ടിയ അൽഹാനും കൊടുത്ത ഐഫയും നല്ല ഹാപ്പി ആയിട്ടോ. ഐഫയ്ക്ക് ഒത്തിരി ഹാപ്പിനെസ് ഇല്ല, എന്നാലും കുഴപ്പമില്ല. അടുത്തത് നമ്മുടെ സ്വന്തം ശിവക്കുട്ടൻ ആർക്കാ കൊടുത്തതെന്ന് അറിയാം? നമ്മുടെ സ്വന്തം ഐഫക്കുട്ടനാണ് കേട്ടോ. ഇവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. ഐഫ എന്നിട്ട് അതൊക്കെ ഷേക്ക് ചെയ്ത് നോക്കും കേട്ടോ, നല്ല കാര്യമായിട്ടൊക്കെ ഉണ്ടോ എന്നുള്ള രീതി. നമ്മുടെ സ്വന്തം കുഞ്ഞ് ഹർഷി നമ്മുടെ ആർക്കാ കൊടുത്തത്? നമ്മുടെ ശിവായ്ക്കാണ് കൊടുത്തത് കേട്ടോ. നമ്മുടെ സ്വന്തം ശിവായ്ക്ക് തന്നെ കൊടുത്തത്. അങ്ങനെ 4 പേരൂടെ ഗിഫ്റ്റ് വാങ്ങിക്കുന്നുണ്ട്. നമ്മുടെ ബൂബൂച്ചിനാകെ ഒരു വിഷമം, ഇവരത് മാത്രം വാങ്ങിക്കുന്നത് എനിക്ക് മാത്രം ആരും തരുന്നില്ലല്ലോ. അങ്ങനെ 4 പേരൂടെ ചേർന്ന് നമ്മുടെ ബൂബുക്കുട്ടനൊരു ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ അവളും ഹാപ്പി. അവൾ ആദ്യം തന്നെ അത് വായിൽ വെക്കുന്ന കേട്ടോ. അവൾക്ക് എന്ത് കിട്ടിയാലും അവൾ ടേസ്റ്റ് ചെയ്ത് നോക്കും. അതാണ് അവളുടെ ഒരു നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഇവർ 4 പേരോട് അൺബോക്സ് ചെയ്യാനുള്ള ആ ഒരു തത്രപ്പാടിലൊക്കെയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും അവിടെ ഇരിക്കുക അൺബോക്സ് ചെയ്യുക. അപ്പം ഭയങ്കരമായിട്ടൊരു എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഓരോരുത്തരായിട്ട് അൺബോക്സ് ചെയ്ത് എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് കാണിച്ചിട്ട് അടുത്ത ആൾ ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ അൽഹാനാണെങ്കിൽ ആദ്യമേ അത് ഓപ്പൺ ചെയ്യാനുള്ള റിബണൊക്കെ കട്ട് ചെയ്ത് തിരിഞ്ഞിരിക്കുമായിരുന്നു. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. അങ്ങനെ ഐഫക്കുട്ടനാണ് ഫസ്റ്റ് അൺബോക്സ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ റിബണൊക്കെ ആദ്യം ഗിഫ്റ്റ് ബോക്സിൽ നിന്ന് മാറ്റുവാണ് കേട്ടോ. പക്ഷെ ഭയങ്കര ക്യൂരിയോസിറ്റിയില്ല, എന്തുമായിരിക്കും എന്ന്. പലർക്കും ഡിഫറൻസ് ആയിരിക്കുമോ, അതോ സെയിം തന്നെ ആയിരിക്കുമോ, അങ്ങനെ പല ഓരോരോ ചിന്തകളിലൊക്കെ ഇങ്ങനെ അൺബോക്സ് ചെയ്യുകയാണ്. എല്ലാവരും ഭയങ്കര പ്രതീക്ഷയിൽ എന്തുമായിരിക്കും എന്നുള്ളത് അറിയാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ എല്ലാവരും അപ്പുറമൊക്കെ ഇന്ന് നോക്കും ഐഫക്കുട്ടൻ്റെ ആദ്യം. അങ്ങനെ നമ്മുടെ ഐഫക്കുട്ടൻ്റെ ഗിഫ്റ്റൊക്കെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്താണെന്ന് കേട്ടോ. നമ്മുടെ ഐഫക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പെയിൻറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ നമ്മൾ ആദ്യം ഐഫക്കുട്ടന് മേടിച്ച് വെച്ചിരുന്നത് ഒരു വാട്ടർ കളർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ അവൾ നല്ല ഹാപ്പി മൂഡായി. ബാക്കി 3 പേരും നല്ല എക്സൈറ്റ്മെൻറ്റില്ല, എന്തൊക്കെയാണ് പെട്ടെന്ന് വേറെ തുറന്നോളാൻ വയ്യ. അപ്പോൾ രണ്ടാമതൊരു സ്ക്രഞ്ചീസ് ആണേ. അപ്പോൾ അത് കയ്യിലൊക്കെ ഇങ്ങനെ ഇട്ട് കാണിക്കുന്നുണ്ടേ. അവൾക്ക് അതും ഇഷ്ടപ്പെട്ടു. പിന്നെ മൂന്നാമതുള്ളത് എന്താണെന്ന് നോക്കാം. ഒരു മൈലാഞ്ചി, ഒരു ട്യൂബ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മൈലാഞ്ചി അഡിക്റ്റാണ് അവൾ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് മൈലാഞ്ചി ഉണ്ട്. അടുത്തെന്താ, ഒരു പെൻസിലുണ്ട്, ഒരു അപ്സരയുടെ പെൻസിലുണ്ട്,
നെക്സ്റ്റ് എന്താ പറയുന്നത് സ്റ്റിക്കേഴ്സ്, കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ. എന്താ പറയുന്നത് മിക്കി മൗസിൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സ്. പിന്നെ അടുത്തത് എന്താണെന്ന് നോക്കാം, ബലൂണ്. ഓക്കെ, അപ്പോൾ 2 ബലൂൺസ് ഉണ്ട്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടർ, ഷാർപ്പ്നർ. ഇനി ഷാർപ്പ്നറുണ്ട്. നെക്സ്റ്റ് ഇനി എന്താണെന്ന് നോക്കാം. ഭയങ്കര എക്സൈറ്റ്മെൻറ്റില്ല കേട്ടോ, എക്സ്പ്രഷനൊക്കെ കണ്ടില്ലേ. അടുത്ത ഒരു പാക്കറ്റ് ക്രയോൺസ് ഉണ്ട്. അടുത്തത് ഒരു ചോക്ലേറ്റ് ഉണ്ട് കിറ്റ്കാറ്റിൻ്റെ. പിന്നെ അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തത് ഒരു എറൈസറാണെന്ന് തോന്നുന്നു കേട്ടോ. അതെ, സ്പിന്നറിൻ്റെ ഒരു എറൈസറുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു അത് കവറൊക്കെ ഇളകിപ്പോയായിരുന്നു. ഓക്കെ, അവളത് സെറ്റാക്കുവാണ്. അങ്ങനെ ഇത്ര ഐറ്റംസാണ് ഐഫക്കുട്ടൻ്റെ ഗിഫ്റ്റ് ബോക്സിലുള്ളത്. അപ്പോൾ ഐഫയും ഹാപ്പി. ബാക്കി 3 പേര് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി. അവൾ കറക്കി സ്പിൻ ചെയ്തൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി അടുത്തത് എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല. ഐ തിങ്ക് തീർന്നെന്ന് തോന്നുന്നു. ഇല്ല തീർന്നിട്ടില്ല. ചെറിയൊരു ബോളുണ്ട് കേട്ടോ. ഇതിങ്ങനെ നമ്മളിങ്ങനെ താഴെ ഇടുമ്പം പൊങ്ങി വരുന്ന കുഞ്ഞു ബോളില്ലേ, അതായത് ഒരു റബ്ബർ ടൈപ്പ്, അങ്ങനത്തെ ഒരു കുഞ്ഞു ബോളും. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മുടെ ഐഫക്കുട്ടീൻ്റെ ഗിഫ്റ്റ് ബോക്സിലുള്ളത്. ഇനി അടുത്ത ആളാരാണെന്ന് നോക്കാം. ഇനി അവളതെല്ലാം തിരിച്ചെടുത്ത് സെറ്റാക്കും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അടുത്ത ആളിൻ്റെ ഗിഫ്റ്റ് ബോക്സ് തുറക്കാനുള്ള പരിപാടിയിലേക്ക് കടക്കുകയാണ് കേട്ടോ. വൽഹാനും നമ്മുടെ ഹർസിയെല്ലാം നല്ല ഹാപ്പി മൂഡിലാണ്. അടുത്ത് നമ്മുടെ ബൂബുച്ചിനോട് ഭയങ്കര ബഹളത്തിലാണ്. അപ്പോൾ വിചാരിച്ചു ബൂബുക്കുട്ടൻ്റെ ഗിഫ്റ്റ് ബോക്സ് ഒന്ന് തുറന്ന് കാണിച്ചാലോ. അങ്ങനെ നമ്മുടെ ബൂബുക്കുട്ടൻ്റെ ഗിഫ്റ്റ് ഒന്ന് തുറന്നാലോ. ആയോ, നമുക്കൊന്ന് തുറന്ന് നോക്കാം. യെസ്, നമ്മുടെ ബൂബുക്കുട്ടൻ്റെ ഗിഫ്റ്റ് ബോക്സിലൊരു ഫിഷാണ്, ഒരു കളർഫുൾ ഫിഷാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ സെയിം, അതായത് ഐഫ വന്ന് പറയാണ് ഐഫയ്ക്ക് ഇതിൻ്റെ സെയിം ഇത് തന്നെ ഉണ്ടായിരുന്നു നേരത്തെ. പക്ഷെ നല്ല ലാസ്റ്റ് ചെയ്തൊരു ടോയ് ആയിരുന്നു ഇത് ഐഫക്കുട്ടന്. ഒരുപാട് നാളായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ഐസലിന് ഇതുപോലെ തുറന്ന് വാങ്ങിക്കാം. അങ്ങനെ ഐസലിങ്ങനെ നമ്മുടെ ഫിഷിനെയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുക അവിടെ കേട്ടോ. കുറച്ചൊക്കെ ആൾ സെറ്റായിട്ടുണ്ട്. അടുത്ത് നമ്മുടെ ശിവക്കുട്ടൻ്റെ ഗിഫ്റ്റ് ബോക്സാണ് പൊട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ അവൾ നല്ല എക്സൈറ്റ്മെൻറ്റില്ല. എന്തൊക്കെയുണ്ട് നമ്മുടെ ഐഫക്കുട്ടൻ്റെ കൂട്ട്, ഇത്ര ഐറ്റംസൊക്കെ ഉണ്ടോ, സെയിം ഐറ്റംസ് ആണോ, അതോ ഇതിലും ഒത്തിരി ഉണ്ടോ എന്നൊക്കെ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ ഇങ്ങനെ അവൾ ഓപ്പൺ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നോക്കിയാലോ. കണ്ടോ, അവൾക്കും ഫസ്റ്റ് നമ്മൾ ആദ്യം എടുത്ത ഐഫക്കുട്ടൻ്റെ സെയിം തന്നെ ഒരു വാട്ടർ കളറുണ്ട്. അവൾക്ക് ഇങ്ങനെ നല്ല എന്താ പറയുന്നത് പിൻ ചെയ്ത് വെച്ചേക്കോട്ടോ. അപ്പോൾ അത് എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അങ്ങനെ അവളിങ്ങനെ ചെറിയ അതൊക്കെ ഓപ്പൺ ചെയ്ത് അത് സെറ്റാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഒരു വാട്ടർ കളറ്. അടുത്തത് അടുത്തതൊരു ക്രയോണ്. പിന്നെ എന്താണ്, അതിലും ഒരു മിക്കി മൗസിൻ്റെ സ്റ്റിക്കറ്. അതിലും ഒരു സ്പിന്നറുണ്ട്. പിന്നെന്താ, പിന്നെ ഒരു ഷാർപ്പനറുണ്ട്. അപ്പം അവൾക്ക് ഒരു സ്ക്രഞ്ചസ് ഉണ്ട്. അവൾക്ക് ഏകദേശം മനസ്സിലായി ഐഫയുടെ കൂട്ട് തന്നെ ഉള്ളു നമുക്കെന്നുള്ള എക്സ്പ്രഷനൊക്കെ വരുന്നുണ്ട്. ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിട്ട് കഥയില്ലെന്ന് മനസ്സിലായി. പിന്നെ അടുത്തത് യെസ്, അതുപോലത്തെ ഒരു ബോളുണ്ട്. പിന്നെന്താ, യെസ്, അതുപോലത്തെ 2 ബലൂൺസും ഉണ്ട്. പിന്നെന്താ, ഒരു പെൻസിലും ഉണ്ട്. യെസ്, അതുപോലത്തെ നമുക്കൊരു ചോക്ലേറ്റ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളല്ല, അപ്പോൾ എല്ലാവർക്കും സെയിമായിട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തന്നെ. കാരണം ഒരാൾക്കൊരു ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് പിന്നെ അതൊരു വിഷമാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്തത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഫക്കുട്ടന് അതിനകത്ത് മൈലാഞ്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഐറ്റം ആയതുകൊണ്ട് അവൾക്ക് അതിനകത്ത് മൈലാഞ്ചി കൂടെ ആഡ് ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് അൽഹാൻ നോക്കാം. അൽഹാനും ഒരു വാട്ടർ കളർ. അവനത് കാണിക്കാൻ ടൈമില്ല, അവനിങ്ങനെ പെട്ടെന്ന് എടുത്തു പോവാം. ഒരു സ്പിന്നറിൻ്റെ എറൈസറുണ്ട്. അവന് സ്പെഷ്യലി ഒരു റിങ് ഉണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടം. റിങ്, മാല, ചെയിന്, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്. അതിനൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമായിട്ട് അവൻ്റെ ബോള്.
അവനും ഈ പറഞ്ഞോട്ട് പെൻസില്, ഒരു സ്പിന്നറിൻ്റെ എറൈസർ, പിന്നെന്താ സെയിം പ്രൊഡക്റ്റ്സ് തന്നെ, ചോക്ലേറ്റ്, യെസ് അത് തന്നെ സെയിം, ക്രയോൺസ് എല്ലാം സെയിം തന്നെ കേട്ടോ. അപ്പോൾ അൽഹാൻകുട്ടൻ്റെ സെയിം ഐറ്റം തന്നെയാണ്. പിന്നെ നമ്മുടെ അർസിക്കുട്ടൻ്റെ നോക്കണ്ടല്ലോ, ഓഫ് കോഴ്സ് ഇത് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ, എന്നാലും ഒന്ന് കണ്ടു കളയാം. പിന്നെ നമ്മുടെ അർസിക്കുട്ടൻ റെഡിയായിട്ടിരിക്കും കേട്ടോ. ഇനി അർസിയുടെ കണ്ടാലോ? യെസ്, അവളെ നല്ല എക്സൈറ്റ്മെൻറ്റിൽ, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗിഫ്റ്റ്സൊക്കെ കൊടുക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ആക്റ്റീവായിട്ട് തുറന്നുകൊണ്ടിരിക്കും കേട്ടോ. ഇവർ 4 പേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്സാട്ടോ. നമ്മുടെ അർസിക്കുട്ടൻ പഠിക്കുന്നത് LKG, അതായത് ശിവായും ഐഫയും പഠിക്കുന്നത് UKG, അൽഹാമും പഠിക്കുന്നത് 2nd സ്റ്റാൻഡേർഡിൽ കേട്ടോ. ഇവർ 4 പേരും ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. ഇവർ ഭയങ്കര ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാലും ഒക്കത്തില്ല, ഇവർ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. ഇവരെപ്പോഴും ഒരുമിച്ചാണ്. പ്രത്യേകിച്ച് ശിവ ഐഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഏജ് ആയതുകൊണ്ടും ഒരുപോലെ വളർന്നതും എല്ലാത്തിലും അവരൊരുമിച്ച് തന്നെയായിരുന്നു. അംഗൻവാടിയാണെങ്കിലും ട്യൂഷൻസ് ആണെങ്കിലും എല്ലാം. പിന്നെ അങ്ങനെ നമ്മുടെ അർസിക്കുട്ടൻ ഇങ്ങനെ ഗിഫ്റ്റ് ബോക്സൊക്കെ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. നമുക്ക് നോക്കാം, ഫൈനലി നമുക്ക് അവളുടെ ഗിഫ്റ്റും കൂടെ നോക്കാം. വായോ. അതെ, നമ്മുടെ അർസിക്കുട്ടൻ്റെ ഫസ്റ്റ് കാണുന്നത് കളറിങ്, ആ ഒരു വാട്ടർ കളർ തന്നെയാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിക്കേഴ്സ്. അവളുടെ എനിക്കൊന്ന് ഡിഫറെൻറ്റ് സ്റ്റിക്കറാണ് തോന്നുന്നത്, പിങ്ക് അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇത് അവൾക്കും ഒരു സ്ക്രഞ്ചസ് മേടിച്ചു. പിന്നെ നമ്മുടെ സെയിം അതുപോലെ തന്നെ ഷാർപ്പനർ, പിന്നെന്താ ചോക്ലേറ്റ്, നെക്സ്റ്റ് പെൻസിൽ, പിന്നെ ബലൂൺസ് ഉണ്ട് 2 എണ്ണം ഓറഞ്ച് കളറ്, പിന്നെ ക്രയോൺസ്, പിന്നെ ഒരു സ്പിന്നറിൻ്റെ എറൈസർ, പിന്നെ നമ്മുടെ സെയിം ബോള്. ഇവർക്കെല്ലാം 4 പേർക്കും ഒരേപോലത്തെ കണ്ടപ്പോൾ എല്ലാവർക്കും വിചാരിച്ചാണ് ഇതാണോ ഗിഫ്റ്റ്, ഇങ്ങനെയാണോ ഗിഫ്റ്റ് കൊടുക്കുന്നത്, ഡിഫറെൻ്റ് ആയിട്ടൊന്നുമില്ല, ഒരാൾക്ക് മാത്രമേ ഡിഫറെൻ്റ് ആയിട്ടെന്ന് തോന്നി കാണും. പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ പലർക്കും പലത് കിട്ടുമ്പോൾ അതൊരു വിഷമമാവുമെന്ന് വിചാരിച്ചിട്ടോ നമ്മളിങ്ങനെ ഈക്വലായിട്ട് എടുത്തത്. അപ്പം അതിൽ വേറൊന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ ഐസിൽ നമ്മുടെ ഫിഷിനെയും വെച്ചിട്ട് നല്ല കളിയൊക്കെ കേട്ടോ. സത്യം പറഞ്ഞാൽ അവൾക്ക് ഇങ്ങനെ ഭയങ്കര ഇറിറ്റേഷനായി, ഉടുപ്പൊക്കെ ഇങ്ങനെയൊക്കെ ചൂടും കാര്യങ്ങളൊക്കെ. പിന്നെ ഉറക്കത്തിൽ നിന്നൊക്കെ, അതായത് ഉറങ്ങിക്കിടക്കുമായിരുന്നു, അപ്പോൾ ഉറക്കമൊന്നും തെളിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ അതിൻ്റേതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെയാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ബലൂൺസൊക്കെ വീർപ്പിച്ചൊക്കെ കളിക്കുകയൊക്കെ ചെയ്യും. എന്തുമായാലും 4 പേര് നല്ല ഹാപ്പിയായി, കാരണം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഞങ്ങൾ ഇവരറിയാതെ രാവിലെ പോയി എല്ലാം സെറ്റാക്കി വെളിയിലെടുക്കാതെ വണ്ടിക്കകത്ത് തന്നെ വെച്ചിരുന്ന് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഇവർക്കെല്ലാം ഡ്രസ്സ് ചെയ്ത് കൊടുത്ത് ഇവർക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാമെന്നുള്ള രീതി കൊണ്ടുവന്നത്. പക്ഷേ ഇവരൊട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. നമ്മൾ ഗിഫ്റ്റൊക്കെ വണ്ടിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഇവർ കാണുന്നത് തന്നെ. അപ്പം അതിൻ്റേതായിട്ടുള്ള സന്തോഷമൊക്കെ അവർക്കുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് കൂടുതൽ അനുഭവിച്ചറിയാൻ പറ്റി. അപ്പോൾ എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. കാരണം കുഞ്ഞുങ്ങളിങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ ഓരോ ഗിഫ്റ്റ്, അത് എത്ര ചെറുതാണെങ്കിൽ പോലും അവർ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു സമയത്ത് നമ്മൾ കൊടുക്കുമ്പം, അവരൊരുപാട് ആഗ്രഹിക്കുന്ന ഒരു സാധനം അവർ പ്രതീക്ഷിക്കാതെ കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് നമ്മൾ കോസ്റ്റ്ലി ആണോ ഒന്നുമില്ല, ഈവൻ ഒരു ചോക്ലേറ്റ് ആണെങ്കിൽ പോലും മതി, അവർക്കതൊരു സന്തോഷം അവർ ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞു കൊടുക്കുമ്പോൾ. അപ്പം നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഗിഫ്റ്റ്സൊക്കെ കൊടുക്കണം കേട്ടോ. നമുക്ക് അവരുടെ ഹാപ്പിനെസ് അല്ലേ നമ്മുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അതിന് വലിയ ഗിഫ്റ്റ് ചെറിയ ഗിഫ്റ്റ് അങ്ങനെയുള്ള ഡിഫറൻസ് ഒന്നുമില്ല, എന്ത് കൊടുത്താലും അവർക്ക് അതൊരു സന്തോഷമാണ്. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഒന്നുകൂടി പറയാം, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ.